മാർച്ച് 30 വിശുദ്ധ ജോൺ ക്ലിമാക്കസ് 525 മുതൽ 605 വരെ കാലഘട്ടം. ക്ലൈമാക്സ് അഥവാ പരിപൂർണതയിലേക്കുള്ള ഗോവണി എന്ന വിശിഷ്ട ഗ്രന്ഥത്തിൻ്റെ കർത്താവ് എന്ന നിലയിലാണ് ക്ലിമാക്കസ് എന്ന നാമധേയം ജോണിനോട് ചേർന്നത്. ഇദ്ദേഹം 524 പലസ്തീനായിൽ ജനിച്ചു. സമർത്ഥനായ ജോൺ 16-ാമത്തെ വയസ്സിൽ ലൗകിക ആർഭാടങ്ങൾ ഉപേക്ഷിച്ച് സന്യാസം വരിച്ചുവെന്ന് മാത്രമല്ല, 22-ാമത്തെ വയസ്സിൽ സീനാമലയിൽ തപോജീവിതം നയിക്കുവാനും തുടങ്ങി. മാർട്ടീനിയൂസ് എന്ന സന്യാസിയുടെ ശിക്ഷണം സ്വീകരിച്ച് മലഞ്ചെരുവിൽ ഒരു പർണശാലയിൽ താമസമർപ്പിച്ചു. ആത്മപരിത്യാഗവും മൗനവും എളിമയും അനുസ്യൂതമായ പ്രാർത്ഥനയും വഴി ദൃശ്യമായ ആ ഗിരിയിൽ നിന്ന് അദൃശ്യനായ ദൈവത്തിങ്കലേക്ക് ആത്മാവിനെ ഉയർത്തിക്കൊണ്ടിരുന്നു. ജോണിന് 35 വയസ്സുള്ളപ്പോൾ ഗുരു മരിക്കയാൽ വേറൊരു ഗുരുവിൻ്റെ ശിക്ഷണം സ്വീകരിച്ച് അദ്ദേഹം തോൾ മൈതാനത്തേക്ക് നീങ്ങി. ശനിയാഴ്ചയും ഞായറാഴ്ചയും മലഞ്ചെരുവിലുള്ള പള്ളിയിൽ പോയി ദിവ്യബലിയിലും മറ്റ് പ്രാർത്ഥനകളിലും ജോൺ പങ്കെടുത്തിരുന്നു. ഭക്ഷണം തുച്ഛമായിരുന്നു. മാംസവും മത്സ്യവും അദ്ദേഹം വർജിച്ചിരുന്നു. വേദപുസ്തകവും സഭാപിതാക്കന്മാരുടെ ഗ്രന്ഥങ്ങളുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പഠനവിഷയം. പർണശാല ജനങ്ങൾക്ക് പരിചിതമായെന്ന് കണ്ടപ്പോൾ അകലെ പാറക്കെട്ടിലുണ്ടായിരുന്ന ഒരു ഗുഹയിൽ പ്രാർത്ഥനയിലും ധ്യാനത്തിലുമാണ് ജോൺ സമയം ചെലവഴിച്ചിരുന്നത്. പലരും ജോണിൻ്റെ ഉപദേശങ്ങൾ തേടി ആശ്വാസം പ്രാപിച്ചിരുന്നു. അസൂയാലുക്കളായ ചിലർ അദ്ദേഹം നീണ്ട പ്രഭാഷണങ്ങളിൽ സമയം നഷ്ടപ്പെടുത്തുന്നുവെന്ന് ആരോപിച്ചു. ഇത് വെറും ഏഷണിയായിരുന്നുവെങ്കിലും 12 മാസത്തേക്ക് ജോൺ മൗനം അവലംബിച്ചു. ഏഷണിക്കാർ അദ്ദേഹത്തിൻ്റെ വിനയം കണ്ട് തൻ്റെ ഉപദേശങ്ങൾ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ടു. ജനങ്ങൾ അദ്ദേഹത്തെ ആധുനിക മോശയായി പരിഗണിക്കുവാൻ തുടങ്ങി. പർണശാലയിൽ അങ്ങനെ 40 വർഷം താമസിച്ചു. 75-ാമത്തെ വയസ്സിൽ അദ്ദേഹം സീനാമലയിലുള്ള സന്യാസികളുടെ ആബട്ടായി തിരഞ്ഞെടുക്കപ്പെട്ടു. അക്കാലത്ത് അനേകരുടെ ആവശ്യപ്രകാരം പരിപൂർണതയെപ്പറ്റി ഒരു ഗ്രന്ഥമെഴുതി. അതാണ് അദ്ദേഹത്തിൻ്റെ 2-ാമത്തെ പേരിന് കാരണമായ ക്ലൈമാക്സ് എന്ന ഗ്രന്ഥം. സ്ഥാനമാനങ്ങൾ വ്യഗ്രചിന്തകളിലേക്ക് മനസ്സിനെ ആനയിക്കുന്നുവെന്ന് കണ്ട് മരണത്തിന് സ്വല്പം മുമ്പ് അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞ് ധ്യാനനിരതനായി. 605 മാർച്ച് 30 അദ്ദേഹം ദിവംഗതനായി. വചനം ഹെബ്രായർ 4-ാം അധ്യായം 15-ാം വാക്യം. നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കുവാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. വിചിന്തനം. എൻ്റെ കർത്താവേ, അങ്ങയിൽ നിന്ന് വേർപിരിയുക അസാധ്യമാകത്തക്ക വിധം പ്രാർത്ഥന വഴി അങ്ങയോട് യോജിക്കുകയല്ലാതെ വേറൊന്നും ഭൂമിയിൽ ഞാൻ ഇച്ഛിക്കുന്നില്ല. അന്യർ ധനവും മാനവും തേടിക്കൊള്ളട്ടെ, എനിക്കൊന്നു മതി. വേർപിരിയാൻ പാടില്ലാത്തവണ്ണം അങ്ങയോട് ഐക്യപ്പെടുക. സൗഭാഗ്യത്തിൻ്റെയും വിശ്രമത്തിൻ്റെയും പ്രത്യാശകളെല്ലാം അങ്ങിൽ മാത്രം സമർപ്പിക്കുക. വിശുദ്ധ ജോൺ ക്ലിമാക്കസിൻ്റെ വാക്കുകൾ.